ഞാൻ കൊടിയ ദുരിതത്തിൽ അകപ്പെടുന്ന പറയുമ്പോൾ എൻ്റെ വിശ്വാസം ഞാൻ കാത്തു സൂക്ഷിച്ചു. ഞാൻ കൊടിയ ദുരിതത്തിൽ അകപ്പെട്ടെന്ന് പറയുമ്പോൾ എൻ്റെ വിശ്വാസം ഞാൻ കാത്തു സൂക്ഷിച്ചു. അതെ, പഴയ നിയമത്തിലെ ജോബാകട്ടെ, ആ 3 യുവാക്കളായിരിക്കട്ടെ, അമ്മയും 7 മക്കളുമാകട്ടെ, അവരൊക്കെ ദുരിതങ്ങളിലും വേദനകളിലും ഒക്കെ ഒറ്റപ്പെട്ടു പോകുമ്പോൾ ദൈവത്തിലുള്ള വിശ്വാസം അവരൊരിക്കലും നഷ്ടപ്പെടുത്തി കഴിഞ്ഞില്ല. ഒരു ശക്തമായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥനയുടെ ഫലം അനുഗ്രഹമായി അവരുടെ ജീവിതത്തിലേക്ക് വർഷിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതെ, നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ ദൈവം ഈ പ്രാർത്ഥനകളും നിയമങ്ങളുമൊക്കെ നിങ്ങൾ ദൈവസ്ഥനെ സമർപ്പിക്കുമ്പോൾ ആ പ്രാർത്ഥനകൾക്ക് ഉത്തരമുണ്ടെന്ന് ദൈവം നമ്മുടെ വചനത്തിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ആ വിശ്വാസത്തോടുകൂടി, ആ പ്രത്യാശയോടുകൂടി ദിവ്യകാരുണ്യത്തിന്റെ ആശീർവാദത്തിനായി നമുക്ക് വരാം. അങ്ങയുടെ പീഡാനുഭവത്തിന്റെ സ്മാരകമായി വിസ്മയമായ കൂദാശകൾക്ക് നൽകിയല്ലോ. അങ്ങയുടെ പ്രവർത്തനങ്ങളുടെ ഫലം ഞങ്ങൾ നിരന്തരം അനുഭവിക്കുമാണ്. അങ്ങയുടെ തിരുശരീരത്തിന്റെയും തിരുരത്വത്തിന്റെയും ദിവ്യരഹസ്യം എന്നും പണകുവാൻ അനുഗ്രഹം വരണമേ എന്ന് നിത്യമായി ജീവിച്ച് വാഴുന്ന അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യ